ഒരു സ്ട്രിംഗർ സജാദ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സജാദ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. 6 പേരെ കൊലപ്പെടുത്തിയെന്ന് ഇയാൾ പറയുന്നു. 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം വരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. പറഞ്ഞതുപോലെ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പ്രതി തന്നെ വെന്നാട് പോലീസിൽ എന്ന് പറയുന്നു. 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഈ പ്രതിയുടെ ഉമ്മ ക്യാൻസർ രോഗിയാണ്. ഗുരുതരമായ അവസ്ഥയിൽ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസ്ഥ ഗുരുതരമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ തന്നെ വാപ്പയുടെ ഉമ്മ 88 വയസ്സുള്ള സൽമാ ബീവി, അത് പാങ്ങോട് സ്വദേശിയാണ്. ആദ്യം പാങ്ങോട് സ്വദേശിയായ സൽമാ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം എസൻപുരത്തുള്ള സ്വന്തം ബന്ധുക്കളെ ലത്തീഫ്, ഷാഹിദ ബീവി എന്നിവരെ ഭാര്യയും ഭർത്താവുമാണ്. അവർ അമ്മാവനും അമ്മാവിന്നും പറയുന്നുണ്ട്. ഇന്ന് ബന്ധുക്കളാണ്. എന്തായാലും ബന്ധുക്കളെ കൊലപ്പെടുത്തി അതിനുശേഷമാണ് സ്വന്തം വീട്ടിലെത്തി മാതാവിനെയും സ്വന്തം അനിയനെയും 8ാം ക്ലാസ്സുകാരനായ അനിയനെയും ഒരു യുവതി ഉണ്ടായിരുന്ന യുവതിയുടെ പേരോ നാടോ ഒന്നും നാട്ടുകാരുടെ വ്യക്തമല്ല. കാരണം ഈ അടുത്ത് 2-3 ദിവസം മുമ്പാണ് യുവതി വീട്ടിലേക്ക് എത്തിയത് തന്നെ. ആരെന്നുള്ളത് വ്യക്തമല്ല. ഈ യുവതിയെയും കൊലപ്പെടുത്തുന്നു. 2 പേരും കൊലപ്പെടുന്നു. മാതാവ് മാത്രം രക്ഷപ്പെടുന്നു. മാതാവിനെ പോലീസ് എത്തിയാണ് ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് മാറ്റിയത്. അതിനുശേഷം ഈ പ്രതി തന്നെ ഗ്യാസ് തുറന്നു വിടുന്നു. വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ട ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം താൻ എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ 5 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മെഡിക്കൽ കോളേജിൽ എലിവേഷൻ കഴിച്ചത് തുടർന്ന് ചികിത്സയിലാണ്. എന്താണ് ലക്ഷ്യമെന്നുള്ള പോലീസിനോട് പ്രതി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത തനിക്കുണ്ടായിരുന്നെന്ന് ഇയാൾ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം പിതാവ് ഗൾഫിലാണ്. വിദേശത്തുള്ള പിതാവ് നേരത്തെ ഈ പ്രതിയെ വിദേശത്ത് കൊണ്ടുപോയി വിസിറ്റിംഗിൽ കൊണ്ടുപോയി തിരിച്ചിവിടെ വന്നതാണ്. അത്ര സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബമല്ല, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം തന്നെയാണ്. പ്രതി എന്തിനാണ് ഇത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഇയാൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണോ? കാരണം ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതാറുണ്ട്. ഈ പയ്യനെ കുറിച്ച് അവിടെയുള്ള ആളുകൾ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ എന്തെങ്കിലും സ്വഭാവദൂഷ്യമുള്ള യുവാവാണോ ഇയാൾ? ഈ പയ്യനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും അറിയാമോ? നിലവിൽ അത്തരത്തിലൊരു സ്വഭാവദൂഷ്യമുള്ള അതായിട്ട് നാട്ടുകാർക്ക് അറിയില്ല. വളരെ സൈലന്റ് ആണ്. നാട്ടുകാരോട് സഹകരിക്കുന്നതാണ്. സ്വഭാവദൂഷ്യമുള്ളതോ മയക്കുമരുന്ന് അടിമയായ ഒരു പ്രതിയല്ല ഈ പ്രതി എന്നുള്ളത്, പയ്യനല്ല പ്രതി എന്നുള്ളത് നാട്ടുകാർ അടിവരായിട്ട് പറയുന്നുണ്ട്. അത്തരം സ്വഭാവദൂഷ്യങ്ങളൊന്നും തന്നെ ഇല്ല. മാനസിക വിഭ്രാന്തിയുള്ള പയ്യനല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അത് കാരണം വ്യക്തമല്ല. പോലീസ് ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ ഇയാൾ എന്താണ് ഇയാളുടെ ലക്ഷ്യമെന്നുള്ളത് പോലീസ് ലഭിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കാരണം അറിയുകയുള്ളൂ. സജാദ്, ഈ 3 ഇടങ്ങളിലായാണല്ലോ ഈ പ്രതി കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ കൊലപാതകം നടന്ന വീടുകളിൽ തന്നെയാണോ ഉള്ളത്? ഈ ഇദ്ദേഹത്തിന്റെ സ്വദേശമായ ഈ പേരുമലയുള്ള 2 അനിയന്റെയും പെൺസുഹൃത്തിന്റെയും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട്. അമ്മയെ ചികിത്സക്കായി തൊട്ടടുത്ത ഗോകുലം മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട്. ബാക്കി 3 പേരുടെ മൃതദേഹം വീട്ടിൽ തന്നെയുണ്ട്. ഈ അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുണ്ട്. അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്. അമ്മയുടെ ആരോഗ്യനില വളരെ അതീവ ഗുരുതരമാണെന്നാണ് പോലീസ് പറയുന്നത്. ശരി, നന്ദി സജാദ് പ്രതികരിച്ചതിന്. സജാദിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു കൊലയിലേക്ക് ഈ പ്രതി അഫാൻ കടന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ഇടങ്ങളിൽ പോയാണ് ഈ യുവാവ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. 6 പേരെ വെട്ടിക്കൊലപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. 5 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ അഫാന്റെ പ്രതിയുടെ അമ്മ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണുള്ളത്. കൊല്ലപ്പെട്ടത് അഫാന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള സഹോദരൻ, ഒരു പെൺസുഹൃത്ത്, അച്ഛൻ്റെ ഉമ്മ, അതുപോലെ അച്ഛൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യ, ഇങ്ങനെ 5 പേരെയാണ് ഈ അഫാൻ എന്ന 23-കാരൻ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. 3 ഇടങ്ങളിലായാണ്, 3 വീടുകളിലായാണ് ഇവരുണ്ടായിരുന്നത്. 3 ഇടങ്ങളിൽ പോയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ